ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ കരുണയാൽ ഒരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഭഗവാന്റെ കൃപാകടാക്ഷം അനുസ്യൂതം നിങ്ങളുടെ മുന്നിൽ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിന്ന് 5-ാമത്തെ ദശകം നോക്കാം. 4-ാമത്തെ ദശകത്തിൽ ശ്രീ മേൽപ്പത്തൂർ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശപാഹിമാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അതായത് സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തെ ഗുണഗാനങ്ങളെ, ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ യോഗികളെപ്പോലെ യോഗശക്തി കൊണ്ട് ഭാവത്പദം, ആ തൃപ്പാദങ്ങൾ, ആ പരമാത്മാവിൽ ലയിക്കാനുള്ള ത്രാണിയൊന്നും ഈ ഉള്ളവനില്ല. അതുകൊണ്ട് കീർത്തനം, സ്മരണം എന്നീ 2 രൂപത്തിലുള്ള ഭക്തിയെയാണ് ഞാൻ അവലംബിക്കുന്നത്. സ്മരണമില്ലാതെ കീർത്തനം ഇല്ലല്ലോ. അതുകൊണ്ട് എന്നെയും അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് 4-ാമത്തെ ദശകം അവസാനിച്ചത്. നമുക്കിന്ന് 5-ാമത്തെ ദശകത്തിലേക്ക് നോക്കാം. 5-ാമത്തെ ദശകം വിരാട് പുരുഷോത്പത്തിയാണ്. വൃത്തം ശാർദൂല വിക്രീഡിതത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ വിരാട് രൂപത്തിൻ്റെ ഉത്പത്തിയാണ് ഈ ദശകത്തിൻ്റെ മർമ്മഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. 1-ാമത്തെ ശ്ലോകം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോന്ന രാത്രേ സ്ഥിതിസ് തത്രൈകസ്തുമശിഷ്യധാ കില പരാനന്ദപ്രകാശാത്മന. ഇവിടെ സന്ധിവിച്ഛേദം. നമുക്ക് വ്യക്താവ്യക്തം ഇതം ന കിഞ്ചിത് പ്ലസ് അഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയി പ്ലസ് ആഗതായാം ലയം നോ മൃത്യുഃ പ്ലസ് ച മൃത്യുശ്ച തദാ പ്ലസ് അമൃതം തദാമൃതം ച സമഭൂ പ്ലസ് ന പ്ലസ് അഹ്നഃ ന രാത്രേ സ്ഥിതിഃ പ്ലസ് തത്ര പ്ലസ് ഏകഃ ത്വം പ്ലസ് അശിഷ്യധാഃ കില പരാനന്ദപ്രകാശാത്മന വ. ഇനി അടുത്തത് പദച്ഛേദം നോക്കാം. വ്യക്ത അവ്യക്തം, വ്യക്താവ്യക്തം, പ്രാകൃത പ്രക്ഷയേ ഗുണസാമ്യരുദ്ധ വികൃതൗ പര ആനന്ദ പ്രകാശ ആത്മന. നമ്മൾ പണ്ട് മഹാപ്രളയത്തിൽ വ്യക്തമായിട്ടും, അതായത് ബ്രഹ്മകൽപ്പം കഴിഞ്ഞ് മഹാപ്രളയം സംഭവിച്ചപ്പോൾ ആ ഗുണസാമ്യത്താൽ വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും എന്തൊക്കെയുണ്ടോ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാം ജലമഗ്നമാണ്. കിഞ്ചിത് ന അഭവത്, ഒന്നും ഉണ്ടായിരിക്കില്ല അവിടെ. പ്രാകൃത പ്രക്ഷയേ, ആ പ്രാകൃത പ്രളയത്തിൽ എല്ലാം മുങ്ങിപ്പോയി. ഇത് നമ്മൾ ദേവീമാഹാത്മ്യത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദേവീമാഹാത്മ്യത്തിൽ, അതായത് യോഗനിദ്രാം യഥാ വിഷ്ണുർജഗത്യേ കാർണവീകൃതേ, നമ്മൾ 66-ാമത്തെ ശ്ലോകമായിട്ടത് പഠിച്ചു. ആസ്ഥീര്യശേഷം അഭജത് കത്പാന്തേ ഭഗവാൻ പ്രഭു എന്ന് പഠിച്ചു. ആസ്ഥീര്യശേഷം അഭജത്, ശേഷശയ്യയിൽ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ അമർന്നപ്പോൾ, യോഗനിദ്രാം യഥാ വിഷ്ണുർ ജഗത്യേ കാർണവീകൃതേ ആസ്ഥീര്യശേഷം അഭജത് കത്പാന്തേ ഭഗവാൻ പ്രഭു. അതായത് ജഗത്യേ കാരണവീകൃതേ, ഒരു ഒറ്റ സമുദ്രമായി തീർന്നപ്പോൾ ഭഗവാൻ പ്രളയജലത്തിൽ അവിടെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഭഗവാൻ ശേഷം ശയ്യമേൽ അങ്ങനെ അമർന്നിരിക്കുന്നു യോഗനിദ്രയിലായി. അത് നമ്മൾ ദേവീ മാഹാത്മ്യത്തിലും വായിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മഹാപ്രളയം, ആ പ്രാകൃത പ്രളയ സമയത്ത് എല്ലാം മുങ്ങിപ്പോയി, ഒന്നും ഇല്ല, വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഒന്നും കാണാനില്ല. ഇനി എന്താണ് പ്രളയം എന്ന് പറഞ്ഞാൽ? പ്രളയം അതായത് ഇതെല്ലാം കഴിയുമ്പോൾ ഈ പ്രളയം എന്ന് പറഞ്ഞാൽ എല്ലാം മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ആ ബ്രഹ്മകൽപ്പം കഴിയുമ്പോൾ, ബ്രഹ്മാവിൻ്റെ ഓരോ കൽപ്പവും കഴിയുമ്പോൾ വരുന്ന പ്രളയം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 432 കോടി വർഷമാണെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഒരു രാത്രിയും 432 കോടി വർഷമാണ്. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ ബ്രഹ്മാവിൻ്റെ ഒരു ബ്രഹ്മകൽപ്പം കഴിയുമ്പോൾ വീണ്ടും പ്രളയം ഉണ്ടാകും. ഈ കൽപ്പവും നമ്മൾ ദേവീ മാഹാത്മ്യത്തിൽ പറഞ്ഞതാണ് അല്ലേ? മന്വന്തരം, യുഗം, കൽപ്പം, ഇങ്ങനെ 3 ഉപാധികളുണ്ട് സൃഷ്ടിയുടെ ആയുസളക്കാനെന്ന്. അതായത് കൃതം, നേത്രം, അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയല്ലേ 4 യുഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 യുഗങ്ങളും കൂടി ചേർന്നാണ് ഒരു മഹായുഗം. അതാണ് 432 കോടി വർഷം എന്ന് പറയുന്നത് അല്ലേ? 71 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. 14 മന്വന്തരം ചേർന്നത് ഒരു കൽപ്പം. അപ്പോൾ ഒരു മന്വന്തരം എന്ന് പറയുന്നത് 71 മഹായുഗം. 71 മഹായുഗം എന്ന് പറഞ്ഞാൽ 432 കോടി വർഷം, ഒരു മഹായുഗം. അങ്ങനെ ആ 14 മന്വന്തരം ചേർന്നതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. നമുക്ക് ഇത് ദേവീ മാഹാത്മ്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പ്രാകൃത പ്രളയത്തിൽ പ്രാകൃത പ്രക്ഷയെ പണ്ട് പ്രാകൃത പ്രളയത്തിൽ എല്ലാം മുങ്ങിപ്പോയി. ഇവിടെ പ്രളയം 4 തരത്തിൽ പറയുന്നുണ്ട്. അതായത് ഇത് നമുക്ക് നിത്യപ്രളയം, ഇത് നമ്മൾ ദിവസം അനുഭവിക്കുന്ന ദിവസം രാത്രി നമ്മുടെ അതായത് മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ അടങ്ങിയ എല്ലാം ഇങ്ങനെ എല്ലാ കാരണങ്ങളും ഇപ്പോൾ പരമാത്മാവിൽ പോയി സമാധിയടയും, അല്ലെങ്കിൽ പരമാത്മാവിലേക്ക്. നമ്മളിത് അറിയുന്നില്ലല്ലേ? നമ്മൾ നല്ല ഉറക്കമായി എന്ന് പറയും, അല്ലെങ്കിൽ നല്ലപോലെ ഉറങ്ങി എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാം പരമാത്മാവിൽ പോയി ലയിക്കുവാണ്. ഇവിടെ വ്യക്തവും അവ്യക്തവും ഒന്നും തന്നെ ഇവിടെയില്ല. നമ്മളൊന്നും അറിയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പരമാത്മാവിൽ പോയി ചേരുന്നു. അത് ഈ അജ്ഞാനം കൊണ്ട് നമ്മൾ നല്ല ഉറക്കത്തിലാണ്ടിരിക്കുക എന്ന് പറയുക. അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തിലേക്ക് അമർന്നിരിക്കുക. നമ്മുടെ മനസ്സിൽ ലയിച്ചിരിക്കുകയാണ് പരമാത്മാവിൽ. അതുകൊണ്ടാണ് നാം അറിയുന്നില്ലാത്തത്. എപ്പോൾ നമ്മുടെ മനസ്സ് ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുവോ അപ്പോഴാണ് നമ്മൾ ആ മനസ്സ് ഉണർന്നു കഴിയുമ്പോൾ ശരീരം ഉണരും. നാം പറയും സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയില്ലേ? സുഖമായി ഉറങ്ങാൻ കാരണം ആ പരമാത്മാവിൻ്റെ കൂടെ ആയിരുന്നു നാം അത്രയും സമയം. അതാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. ആ പരമാത്മാവിൻ്റെ ആ സ്വരൂപം, ആനന്ദസ്വരൂപം നമ്മൾ അനുഭവിച്ചറിയുക. നമ്മൾ ദിവസവും അത് അനുഭവിച്ചറിയുന്നുണ്ട്. ഇതാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നൈമിത്തിക പ്രളയം എന്നാണ് അടുത്ത ഒരു പ്രളയത്തിനെ പറയുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ഓരോ കൽപ്പവും. അപ്പോൾ കൽപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ കൽപ്പം, ഓരോ കൽപ്പവും കഴിയുമ്പോൾ വരുന്ന പ്രളയം, ഒരു പകല് 432 കോടി വർഷം, അടുത്തത് ഒരു രാത്രി 432 കോടി വർഷം. അങ്ങനെ ആ 71 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം എന്ന് പറയുന്ന ആ ആയുഷ്കാലം. ബ്രഹ്മാവിൻ്റെ ആ ഒരു ആയുഷ്കാലം കഴിയുമ്പോഴാണ്, ആ ഒരു കൽപ്പം കഴിയുമ്പോഴാണ് പിന്നീട് അവാന്തര പ്രളയം എന്ന് പറയുന്നു ഇങ്ങനെ വരുന്ന പ്രളയത്തിന്. ഇതെല്ലാം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തിന് മഹാകൽപ്പം എന്ന് പറയും. ആ ആയുഷ്കാലം കഴിഞ്ഞാൽ അത്ര തന്നെ കാലം മഹാപ്രളയമാണ്. ആ ഇതിനെപ്പറ്റി നമ്മൾ വീണ്ടും ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വിശദമായിട്ട് തന്നെ പഠിക്കും. ഈ പ്രളയത്തിനാണ് നമ്മൾ പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. ഇനി ഈ ബ്രഹ്മകൽപ്പം കഴിഞ്ഞ ആ പ്രളയം, ബ്രഹ്മപ്രളയം വരുന്നു, മഹാപ്രളയം വരുന്നു. ഇതൊന്നുമില്ലാതെ ഭഗവാനെ പ്രാപിക്കാനുള്ളതാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. എപ്പോഴാണോ മനസ്സ് മാലിന്യമൊന്നുമില്ലാതെ ഇരിക്കുന്നത്, മനസ്സിലെന്താണ് മാലിന്യം വരിക? രാഗം, ദ്വേഷം, അതുപോലെ ഏഷണി, അസൂയ, കുശുമ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വരാതിരിക്കുക. മനസ്സ് മാലിന്യ വിമുക്തമായിട്ടിരിക്കുക, ചാഞ്ചല്യമില്ലാതിരിക്കുക. ഇതിനെയാണ് മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. അത് ആത്മാവിൽ തന്നെ ചെയ്യുന്നതാണ്, ചാഞ്ചല്യരഹിതമായിട്ട് ഇരിക്കുന്ന മനസ്സ്. അപ്പോൾ ആത്യന്തിക പ്രളയമായി. നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെച്ചാൽ തന്നെ ആത്യന്തിക പ്രളയമാണ്. നമുക്ക് ഇനി പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകർഷേണ ലയം. നമുക്ക് പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിങ്ങനെ മുങ്ങുന്നതാണ് നമ്മുടെ പ്രളയം അല്ലേ?
19 18 പ്രളയം വന്നത്. 19 കോവിഡായിരുന്നു. പ്രളയവും മഹാമാരിയും ഒക്കെ ഇങ്ങനെ അത് ദൈവിക ദുഃഖങ്ങളാണ്. 3 ത്രിവിധ ദുഃഖങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ, 15ാമത്തെ ശ്ലോകത്തിൽ. അതിൽ ദൈവിക ദുഃഖങ്ങളാണ്, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ, അതാണ് അതിദൈവിക ദുഃഖം. ഇവിടെ പ്രകർഷേണ ലയം എന്നാണ് പ്രളയം എന്ന് പറഞ്ഞാൽ. ലയിച്ചു ചേരുന്നു. ലയം ലയിച്ചു ചേരലാണ്. ആരിലാണ് ലയിച്ചു ചേരുക? ഭഗവാനിൽ. നാം ഓരോരുത്തരും ഈ ആത്യന്തിക പ്രളയത്തിനാണ്, ആ പ്രളയത്തിൽ മുങ്ങാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് മുക്തമാക്കി ശുദ്ധമാക്കി വയ്ക്കാൻ പറ്റും. കാരണം അങ്ങനെ ആത്യന്തിക പ്രളയത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിച്ചു തരണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, മനസ്സിൽ മാലിന്യങ്ങളില്ലാതിരിക്കണം, അല്ലേ? മാലിന്യമുക്തമായിരിക്കണം, വേറെ ദുഷ്ചിന്തകളൊന്നും ഇല്ലാതിരിക്കണം. അതാണ് ഇവിടെ നമുക്ക് വേണ്ടതും നമുക്ക് നേടാവുന്നതും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത ലൈൻ നോക്കുക. മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. മായയുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ അങ്ങയിൽ ലയിച്ച് പ്രാപിച്ചതായി തീർന്നപ്പോൾ ഈ സ്ഥൂലമായും സൂക്ഷ്മമായുള്ള ഈ പ്രപഞ്ചമൊന്നും തന്നെ അപ്പോൾ ഇല്ലല്ലോ, എല്ലാം പ്രളയത്തിൽ മുങ്ങിപ്പോയല്ലോ. അങ്ങനെ ഗുണങ്ങൾ സത്വരജസ്, മായാശക്തിയുടെ 3 ഗുണങ്ങളാണ് സത്വരജസ് തമോ ഗുണങ്ങളെ പ്രാപിച്ചിട്ട് രുദ്ധവികൃതവും, വികൃതവും എന്ന് പറഞ്ഞാൽ വികൃതി, വികാരം, എല്ലാ വികാരങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുക. രാത്രിയിൽ ഈ ഗുണങ്ങൾ സമ്യക്കായിരിക്കും, അതായത് തുല്യമായിരിക്കും. സത്വരജസ് തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കും, ഒരു ചലനവുമില്ല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഈ പ്രാകൃത പ്രളയത്തിൽ എപ്പോൾ എല്ലാം പോയി ഭഗവാനിൽ ലയിക്കുന്നുവോ, നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം, ഇല്ലേ? പഞ്ചഭൂതങ്ങൾ അഹന്തത്വം മഹത്തത്വം എല്ലാം വന്ന് ഭഗവാനിൽ ലയിക്കും. അത് വ്യക്തമാക്കുന്നു മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ. നോ മൃത്യുഹു എന്ന് പറഞ്ഞാൽ മരണം ഇല്ല, ഭഗവാനിൽ ലയിച്ചു കഴിയുക. മരണമുണ്ടോ? ഭഗവാന് മരണമുണ്ടോ? ഹേ അജ എന്നാണ് പറഞ്ഞാൽ. അജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനമില്ലാത്തവൻ എന്നാണ്. ജനനമില്ലാത്തവന് മരണമുണ്ടോ? ഇല്ല. അപ്പോൾ ഭഗവാനിൽ ലയിച്ചു കഴിയുന്നു. ഭഗവാനിൽ ലയിക്കുമ്പോൾ നമുക്കും മരണമില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല ഭഗവാൻ. പിന്നെയോ ആ പ്രാകൃത പ്രളയത്തിൽ ത്വയ്യാഗതായാം ലയം, അങ്ങനെ വന്ന് ലയിച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങളും ജീവാത്മാക്കളും വന്ന് ജയിച്ചപ്പോൾ ഇപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ലയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ മരണവും ഇല്ലല്ലോ. മരണമില്ലാതെ തന്നെ തദാമൃതം ച, ഇവിടെ തത് അമൃതം ച, ആ അമൃതവും. ആ അമൃതം ഇവിടെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ മോക്ഷമാകുന്ന അമൃതാണ്. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂ നോന്ന രാത്രേ സ്ഥിതി, സമഭൂ ന രാത്രേ സ്ഥിതി ന അഹ്നഹ. മോക്ഷമില്ല. തദാമൃതം ച, ആ അമൃതമാകുന്ന മോക്ഷമില്ല. ന അഹ്നഹ. അഹ്നഹ എന്ന് പറഞ്ഞാൽ, അഹ്ന എന്ന് പറഞ്ഞാൽ അപരാഹ്നം, മധ്യാഹ്നം എന്ന് പറയില്ലേ? അത് അഹ്ന എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ്. അപ്പോൾ പകലില്ല, രാത്രിയില്ല. പകലും രാത്രി എന്ന സ്ഥിതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? പ്രളയത്തിൽ സൂര്യനും ഇല്ല, സൂര്യനിൽ ലയിച്ചു. സൂര്യനുണ്ടെങ്കിലല്ലേ പകലും രാത്രി ഉണ്ടാവുള്ളൂ. അതാണ്. ഒന്നുമില്ല. ജീവാത്മാക്കൾ പിന്നെ എങ്ങനെ ഉണ്ടാകും? ഒന്നുമില്ലാത്ത അവസ്ഥ. ഒന്നുമില്ലാത്ത അവസ്ഥയാണോ എന്ന് ചോദിച്ചാലല്ല. അവിടെ എന്താണുള്ളത്? തത്രൈകസ്ത്വമശിഷ്യധ. ആ രാത്രിയും പകലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് മാത്രമുണ്ട് ഭഗവാനെ. ത്വം ഏകഹ, അവിടെ ഏകനായിട്ട് ഭഗവാനുണ്ട്. ജീവാത്മാക്കളൊന്നുമില്ല, വേറെ ഒന്നുമില്ല. നോ മൃത്യുഹു ന അഹനഹ ന രാത്രേ സ്ഥിതി. രാത്രിയില്ല, പകലില്ല, സൂര്യനില്ല, വെളിച്ചമില്ല, എല്ലാം ഇരുട്ടാണ്. അവിടെ ഒന്ന് മാത്രമുണ്ട്, ഭഗവാൻ മാത്രം. അങ്ങനെ അശിഷ്യധാഹ, ശേഷിച്ചു. എങ്ങനെയാണ് ശേഷിച്ചത്? ഇവിടെ നോക്കുക. പരാനന്ദപ്രകാശാത്മന, പരമാത്മാവായ അവിടുന്ന് ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമായിട്ട് അവിടുന്ന് ശേഷിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെ പ്രകാശിക്കുകയാണ്. ഇതാണ് പ്രളയം വരുന്നതായ സമയത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് പണ്ട് പ്രളയം സംഭവിച്ചപ്പോൾ എല്ലാം അപ്രത്യക്ഷമായിട്ട്, വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഒന്നുമില്ല. രാത്രിയില്ല, പകലില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, എല്ലാം പ്രത്യക്ഷമായി.
ഇപ്പോൾ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രം. ഭഗവാനോ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? പരാനന്ദ പ്രകാശാത്മന, പരമാത്മാവായ ആ പരമാത്മസ്വരൂപൻ ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ ആ പരമാനന്ദത്തിൻ്റെയും പ്രകാശമായിട്ട് പ്രകാശിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഗുണസാമ്യ രുദ്ധവികൃതവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വികൃതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുണസാമ്യം, സത്വരജസ്തമോ ഗുണങ്ങൾ ഒരേ അളവിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വികൃതിയാണ് ഭഗവാന്റെ. ആ മായാശക്തിക്ക് പിന്നെ ഒരു ചേഷ്ടയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ആ സമയത്ത് നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. രണ്ടാമത്തെ ശ്ലോകം. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ജകാര്യം വിഭോ ചില്ലീലാരതിമേയുഷിത്വൈ തഥാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യസത്വമൈ ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. അതായത് ഇവിടെ പദവിച്ഛേദം നടത്തുമ്പോൾ കാലഹ കർമ്മഗുണാഹ പ്ലസ്ത ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം പ്ലസ് ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഹു തേഷാം ന ഏവ വദന്തി അസത്വം അയി ഭോ ശക്ത്യാത്മന തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. ഇനി പദച്ഛേദം നോക്കുക. കർമ്മഗുണാഹ ജീവനിവഹ ചിത് ലീല രതിം ചില്ലീലാരതിം ശക്തി ആത്മന ശക്ത്യാത്മന ഗഗനപ്രസൂന സദൃശാം കാലകർമ്മഗുണാശ്ച ജീവനിവഹ എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ വ്യക്താവ്യക്തങ്ങൾ, അതായത് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ എത്രത്തോളം ഈ വ്യാപകമാണെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കാലകർമ്മഗുണാശ്ച ജീവനിവഹ. ആ പ്രളയകാലത്ത് നമ്മിൽ കാലമില്ല. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഗുണങ്ങളെ ആകർഷിച്ച് കലിയുഗത്തിലുള്ള കർമ്മത്തിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാലമാണ്. ആ കാലം ഇപ്പോൾ ഉണ്ടോ? ഇല്ല. കർമ്മങ്ങളും ഇല്ല. കർമ്മങ്ങൾ ഉണ്ടായത് സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നാണ്. ആ ഗുണങ്ങളും ഇല്ല ഇപ്പോൾ, എല്ലാം ലയിച്ചിരിക്കുകയാണ്. ജീവനിവഹ. ഈ ജീവസമൂഹം, പ്രപഞ്ചത്തിലുണ്ടായിരുന്ന സകല ജീവസമൂഹങ്ങളും പോയി ലയിച്ചു. മനുഷ്യൻ, മൃഗങ്ങൾ, മറ്റ് സസ്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി ലയിച്ചു. ഈ മായാകാര്യമായ വിശ്വവും പോയി. എങ്ങോട്ടാണ് പോയത്? ചില്ലീലാരതിമേയുഷിത്വൈ തഥാ നിർലീനതാമായയു. ചിത് പ്ലസ് ലീലയാണ് ചില്ലീന. അതായത് ചിത്തിൻ്റെ ലീല, ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനുമായ ഭഗവാൻ അങ്ങനെ ലീല എന്ന് പറഞ്ഞാൽ ക്രീഡ, അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ആ ഭഗവാനിൽ വന്ന് ലയിച്ചു ചേർന്ന് എല്ലാ ജീവജാലങ്ങളും തേഷാം നൈവ വദന്തി അസത്വമൈ ഭോ. ഹേ വിഭോ എന്ന് വിളിച്ചിരിക്കുകയാണ്. വിഭോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ വിളിക്കുക. ഹേ ഗുരുവായൂരപ്പ, ഇതൊന്നും കാണാനില്ലെങ്കിലും ഇല്ല എന്ന് പറയാൻ പാടില്ല. എവിടെയാണുള്ളത്? എല്ലാം ഭഗവാനിലുണ്ടല്ലേ. ആ ഭഗവാനിൽ ആ ശക്തിയാത്മനാതിഷ്ഠതാം, അവിടെ ഭഗവാനിൽ ശക്തിസ്വരൂപത്തിൽ, ശക്തിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് എല്ലാം. എന്തെല്ലാം സൃഷ്ടികൾ നടക്കുന്നോ അതെല്ലാം പ്രകൃതിയുടെ ശക്തിയാണ്, ആ ഭഗവാന്റെ ശക്തിയാണ്. പ്രകൃതിയുടെ സ്വരൂപത്തിൽ, ശക്തിയുടെ സ്വരൂപത്തിൽ ആ ഭഗവാനിൽ നിലനിൽക്കുന്നുണ്ടെല്ലാം. ഒന്നും എവിടെയും പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഇല്ല. എന്തെല്ലാമാണോ സൃഷ്ടിക്കപ്പെട്ടിരുന്നത് അതെല്ലാം ഭഗവാനിൽ ലയിച്ച് ഇരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ആ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഒന്നും ഇല്ല എന്ന് തോന്നിയാലും എല്ലാം ഭഗവാനിലുണ്ട്. ആ ഭഗവാനാണെങ്കിലോ വിഭോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്, സർവവ്യാപിയാണ് അല്ലേ. നോ ചേത് കിം, അല്ല എങ്കിൽ ആ
അങ്ങനെ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ ആകാശപുഷ്പം പോലെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേ സംഭവ എന്ന് ചോദിച്ചാണ്. ഗഗനം ആകാശമാണ്, പ്രസൂനം പുഷ്പമാണ്. ഗഗനപ്രസൂന സദൃശാം ആകാശപുഷ്പം പോലെ, ആകാശകുസുമം പോലെ, ഭൂയോദ്ഭവേ സംഭവ അങ്ങനെ സംഭവിക്കുമോ, അതിന് സാധ്യതയുണ്ടോ, ആകാശകുസുമതുല്യങ്ങളായ അവയ്ക്ക് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ എന്ന് മേൽപ്പത്തൂര് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ എല്ലാം പ്രാപിച്ചു, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ ശക്തികളായിട്ട് വർത്തിച്ചു വന്നിരുന്ന അവയ്ക്ക് കാലം, ഗുണം, സ്വഭാവം എല്ലാം അവയ്ക്കെല്ലാം ഇനി അസത്വം, അതായത് തീരെ ഇല്ലായ്മ പറയുന്നില്ല എന്നതല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസത്വം ഉണ്ടെങ്കിൽ ആകാശ കുസുമങ്ങളെ പോലെ അവ തിരിച്ചു വരേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആ ആകാശകുസുമതുല്യങ്ങളായി പുനരുത്പത്തി സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കില്ല. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ അതൊരു സങ്കല്പം, ഒരു വികല്പമാണ് അല്ലേ. ഇവിടെ വ്യക്താവ്യക്താദികളുടേതായ ഇല്ലായ്മ എത്രത്തോളം വ്യാപകമാണ് എന്ന് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതാവീക്ഷാം സുസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാത ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാഹ സഹായക്രിയാം. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാ വീക്ഷാം സുസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാദൃഷ്ടം. അഖിലാദൃഷ്ടം, അഖില അദൃഷ്ടമാണ്, അഖിലാദൃഷ്ടം. സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാഹ സഹായക്രിയാം. ഇവിടെ ദ്വിപര അർദ്ധകാലവിഗതൗ ദ്വിപരാർദ്ധകാലവിഗതൗ സി ശിക്ഷാ ആത്മികാം സുസൃക്ഷാത്മികാം ത്രിഭുവനീ ഭാവായ കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവ സഹായക്രിയാം. ഇവിടെ ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ സൂക്ഷ്മരൂപത്തിലും അതുപോലെ തന്നെ വീണ്ടും സൃഷ്ടി എല്ലാ വസ്തുക്കളും എല്ലാ ആത്മാക്കളും എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. അവ വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുമോ എന്നുള്ള സംശയമായിരുന്നു. വീണ്ടും സൂക്ഷ്മരൂപത്തിൽ നിന്നും സ്ഥൂല രൂപത്തെ പ്രാപിക്കുകയാണ് എല്ലാം. ഏവം ദ്വിപരാർദ്ധകാല വിഗതാവീക്ഷാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ്വിപരാർദ്ധകാലം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ കൽപ്പത്തെയാണ് ദ്വിപരാർദ്ധകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ പരാനന്ദ പ്രകാശാത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ഏവം ദ്വിപരാർദ്ധകാല വിഗതൗച്ച ഇപ്രകാരം മേൽ കാണിച്ച, അതായത് മുൻപ് പറഞ്ഞതുപോലെ 2 പരാർദ്ധം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ബ്രഹ്മാവിൻ്റെ 2 കൽപ്പമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങ് ശിക്ഷാസ്വരൂപത്തിലുള്ള ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ എന്ന് പറഞ്ഞാൽ ഈക്ഷണം എന്ന ക്രിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാന് തന്നെ ആ ഒരു കൽപ്പം കഴിയുമ്പോൾ, ബ്രഹ്മകൽപ്പം കഴിയുമ്പോൾ 2 പരാർദ്ധകാലമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ 2 പരാർദ്ധം കഴിയുമ്പോൾ, ആ ഒരു ആയുഷ്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭഗവാന് തോന്നും സുസൃക്ഷാത്മികാം, ആ ഭഗവാന്റെ ഉദരത്തിലാണ് എല്ലാം ലയിച്ചു കിടക്കുന്നത്. അങ്ങനെ ഉദരത്തിൽ ലയിച്ചു കിടക്കുന്ന ആ മായാശക്തി സ്വയം ചുക്ഷുഭേ, സ്വയം ക്ഷോഭിക്കുകയാണ്, അതായത് പുറത്തേക്ക് വരാൻ വേണ്ടി ക്ഷോഭിക്കുകയാണെന്നർത്ഥം. ഇവിടെ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ത്രിഭുവനി എന്നിവിടെ ത്രിഭുവനങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളാണ് അല്ലേ. അപ്പോൾ ആ 14 ലോകങ്ങളിലെ നമ്മൾ
എല്ലാം കൂടെ ചേർത്ത് 3ആയിട്ട് ചുരുക്കി പറയുകയാണ്. പാതാളം, നമ്മൾ വസിക്കുന്ന ഭൂമി, പിന്നെ ആകാശം. ഈ ത്രിഭുവനീ ഭാവായ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ലോകങ്ങളും വീണ്ടും സൃഷ്ടിക്കപ്പെടണം അല്ലേ? അതാണ് ഭഗവാന് തോന്നുന്നത്. പക്ഷേ ഇവിടെ പാതാളം, ഭൂമി, ആകാശം, ഈ മായാശക്തിയെ ഒന്ന് ഭഗവാൻ നോക്കുകയാണ്. മായയുടെ അംശങ്ങളായിരിക്കുന്ന കാലം എന്ന് പേരായ ശക്തിയെ ആദ്യം സൃഷ്ടിക്കുന്നു. കാലത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാലോ അതൊരു ആകർഷണ ശക്തിയാണ്. ഈ കാലം എന്ന് പറയുന്നത് കാലത്തെ ആകർഷിച്ച് കൊണ്ടുവന്നു, അതായത് കാലത്തെ സൃഷ്ടിച്ചു. കാലം നമ്മളെ ആകർഷിച്ച് ഓരോന്നും തോന്നിപ്പിക്കും. ഈ കാലശക്തിയാണ് നമ്മളെ കൊണ്ട് ഓരോന്നും തോന്നിപ്പിക്കും. അഖിലാദൃഷ്ടം, അതായത് എല്ലാ അദൃഷ്ടങ്ങളും, അദൃഷ്ടം എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ, നല്ല പ്രവൃത്തികളാണ് അദൃഷ്ടം എന്ന് പറയുന്നത്. എന്തെല്ലാം പുണ്യങ്ങൾ നേടിയോ അതെല്ലാം പൊങ്ങി വരും. ആദ്യം അതാണ് വരുന്നത്. പിന്നെ സ്വഭാവോപിച്ച, സ്വഭാവ അപി ച, പിന്നെ വരുന്നത് സ്വഭാവങ്ങളാണ്. അതായത് എന്തെല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സ്വയം ഭവിച്ചതാണ് സ്വഭാവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഇതുപോലെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രവൃത്തികളോടെ ആയിരിക്കും നമ്മൾ ഈ ജന്മത്തിൽ ജനിക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല പ്രവൃത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മൾ ഇവിടെ രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, നാരായണീയം വായിക്കുക, ഇതൊക്കെ നല്ല പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ആ ഗുണഗണങ്ങളോടുകൂടി നല്ല സ്വഭാവമുള്ളവരായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെടും. നമ്മളുടെ ഈ ജന്മത്തിലുള്ള സ്വഭാവത്തിലും അങ്ങനെയെല്ലാം വരുമെന്നാണ് പറയുന്നത്. ഒന്നും വേണ്ട, കുറച്ച് പേര് ഇതുപോലെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് പാരായണമൊക്കെ നടത്തി മുക്തി നേടി ആ സത്വഗുണം നേടിയിട്ടുള്ളവരുണ്ടാകും. കുറേ പേര് ഏറെ ധനമൊക്കെ സമ്പാദിച്ച് ആ സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ളവരും ഉണ്ടാവും. പിന്നെ ചിലരോ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് അലസരായിട്ട് തിന്നു കുടിച്ച് കഴിയുന്നവരും ഉണ്ടാകും. ഇവരെല്ലാം അവരുടെ ആ യഥാർത്ഥത്തിലുള്ള അതേ സ്വഭാവത്തിലായിട്ടായിരിക്കും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ജീവാത്മാവിൻ്റെയും അദൃഷ്ടവും, അതായത് പുണ്യം, സുകൃതം, ദുഷ്കൃതം, ഇത് സ്വഭാവം ഈ കാലശക്തിയിൽ നിന്നാണ് പൊന്തി വരുന്നത്, അതായത് സൃഷ്ടിക്കപ്പെടുന്നത്. പ്രാദുർഭൂയ, പുറത്തേക്ക് ഉദ്ഭവിച്ചിട്ട്, അതായത് പൊങ്ങി വന്നിട്ട്, ഗുണാൻ, ഏത് ഗുണങ്ങളാണോ ഉണ്ടായിരുന്നത് അതിനെ വികസിപ്പിച്ച് ആ സത്വഗുണങ്ങളെ, 3 ഗുണങ്ങളുണ്ട്, സത്വരജസ് തമോ ഗുണങ്ങളാണുള്ളത്. അതിൽ സദ്ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട്, കഴിഞ്ഞ ജന്മത്തിൽ സത്വഗുണം ഉണ്ടായിരുന്നവർക്കേ ഈ ജന്മത്തിലും അത് കാണും, അതിന് താല്പര്യവും കാണും. ആ ഗുണങ്ങൾക്കനുസൃതമായ കർമ്മങ്ങളിലേക്ക് അവരുടെ ആത്മാക്കൾ നീങ്ങുന്നു. ഗുണാൻ വികാസ്യ, ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് ആ മായാശക്തി അതിനനുസരിച്ച് അവരെ സൃഷ്ടിക്കുന്നു എന്നാണ്. ഈ മായയെ, ഈ അദൃഷ്ടവും ഈ കാലവും ഈ സ്വഭാവവും സഹായിക്കുക ചെയ്യുന്നത്. വിദധുസ്തസ്യാം സഹായക്രിയാം, ആ മായയെ അവർ സഹായിക്കുന്നു. യാതൊരു ഭഗവാനാണോ സൃഷ്ടിക്കപ്പെട്ടിരുന്നതെല്ലാം സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിപ്പിച്ച് കിടുന്നത്, അതായത് ലയിപ്പിച്ചത് ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാനിൽ ലയിച്ചു കിടുന്നത്. ആ പ്രാകൃത പ്രളയത്തിൽ 2 പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി വീണ്ടും അവയെ സൃഷ്ടിക്കണമെന്ന്. അങ്ങനെ വീക്ഷാം ശുശ്രൂഷാത്മികാം, ഭഗവാനെ അവിടുന്ന് ഒറ്റ നോട്ടം കൊണ്ട് ആ ഉദരത്തിലാണ് ലയിച്ചു കിടന്നതെന്നല്ലേ പറഞ്ഞത്. വീക്ഷാം ശുശ്രൂഷാത്മികാം, അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭഗവാന്റെ ശക്തിയായിരിക്കുന്ന ആ മായയാണ് പതുക്കെ, മായയാവുന്ന ആ ശക്തി പതുക്കെ പൊങ്ങി വന്ന് അതിൻ്റെ കൂടെ എന്ത് വന്നു? ആദ്യം കാലശക്തിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിൽ നിന്ന് പാപവും പുണ്യവും സുഹൃതവും ദുഷ്കൃതവും എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ഗുണങ്ങളെ, അവതാതിൻ്റെ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട്, ഗുണാൻ വികാസ്യ വിദധുസ്തസ്യ സഹായക്രിയാം എന്നാണ് പറഞ്ഞത്. ആ മായയ്ക്ക് സഹായകമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു. തസ്യാഹ സഹായക്രിയാം എന്ന്. ഇത്രയുമാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത 4-ാമത്തെ ശ്ലോകം, 5-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം, നന്ദി. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി.